ഹലോ കൂട്ടുകാരെ, ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവന്നാലോ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏകദേശം എല്ലാ സ്ത്രീജനങ്ങളും പങ്കെടുക്കാറുണ്ട്. നിറക്കൂട്ട് വ്ളോഗ്സിനൊപ്പം ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ കണ്ടുവരാം. ഞാനും പോയിരുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. രാത്രി 2:30-ക്കാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഏകദേശം 4:30-യോടെ നമ്മൾ വെള്ളയമ്പലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ്ങിനകത്താണ് പൊങ്കാല ഇടാനായിട്ട് കയറിയത്. നേരം വെളുത്തതിന് ശേഷമാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. അതിനിടയിൽ നമ്മൾ നിർമ്മാല്യം തൊഴാനായിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി നിർമ്മാല്യമൊക്കെ തൊഴുതിരുന്നു. പോയിട്ട് വന്ന് തിരളിക്കുള്ളതെല്ലാം തിരളി കുഴച്ച് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മണ്ടപ്പുറ്റും കൂടെ തയ്യാറാക്കാനുണ്ട്. എല്ലാവരും തിരളിയപ്പവും മണ്ടപ്പുറ്റും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. 2 അടുപ്പാണ് ഞാനും കൂട്ടിയിരിക്കുന്നത്. ഞാൻ പായസ പൊങ്കാലയും മണ്ടപ്പുറ്റും തിരളിയപ്പവും തയ്യാറാക്കുന്നുണ്ട്. വീടിനടുത്തുള്ള ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വാഹനമുണ്ടായിരുന്നു. ആ വാഹനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ഇതുപോലെ അമ്പലത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും വാഹനം ഒരുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുമ്പിൽ നിന്ന് കയറാനും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിനും വീടിനടുത്തുള്ളവർ തന്നെയാണ് കൂടെ വരുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് യാത്രയൊക്കെ മനോഹരമായിട്ട് പോകുന്നു. ഒരാഴ്ച മുമ്പേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന് അമ്പലത്തിനടുത്ത് സൗകര്യമൊരുക്കുന്നവരുണ്ട്. ഞാനിനി മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് പയർ പൊടിയാണ്. ഇവിടെ 250 ഗ്രാം പയർ വറുത്ത് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ പയർ പൊടിക്കേണ്ട, ചെറിയ തരികളൊക്കെ ആവാം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക പഞ്ചാരയോടൊപ്പം ഇട്ട് പൊടിച്ചാൽ നന്നായി പൊടിഞ്ഞു കിട്ടും. അതിലേക്ക് 250 ഗ്രാം ഇടിയപ്പപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പച്ചവെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റുന്ന ഇടിയപ്പപ്പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു 300 ഗ്രാമോളം ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര നന്നായി പൊടിച്ചെടുത്തതാണ് കേട്ടോ. പൊടിച്ചെടുത്തത് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. അതാണ് കട്ടയ്ക്കിരിക്കുന്നത്. നല്ല കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കളറും കൂടെ ലഭിക്കാനാണ് കറുത്ത ശർക്കര എടുത്തിരിക്കുന്നത്. ശർക്കര അവരവരുടെ മധുരത്തിൻ്റെ പാകം അനുസരിച്ച് എടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 250 ഗ്രാം എടുത്താലും മതിയാവും. ഞാൻ കുറച്ചുകൂടി മധുരത്തിനായിട്ടാണ് 300 ഗ്രാം എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയെല്ലാം നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. ഇനിയും 2-3 സാധനങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. ആദ്യം ഇവ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുവിധം നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുത്ത ശേഷം ബാക്കിയുള്ളവ ചേർക്കാം. മണ്ടപ്പുറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കുഴയ്ക്കാനായി ചേർക്കാറില്ല. കൈക്ക് നല്ല ബലം കൊടുത്ത് തന്നെ എല്ലാം കുഴച്ച് നന്നായിട്ട് എടുക്കണം. കൈ വയ്യാത്തവർ ഒരിക്കലും ഇതുണ്ടാക്കാനായിട്ട് നിൽക്കരുതേ. കാണുന്നത് പോലെയല്ല, ഇത് നന്നായിട്ട് കുഴച്ച് ഞവടി എടുക്കുന്നതിന് കുറച്ച് സമയവും ആവശ്യമാണ്. ചേരുവകളെല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയും നന്നായിട്ട് തിരുവിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. തേങ്ങ കൂടി അതിലേക്ക് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കുഴഞ്ഞു വരുന്നതാണ്. നന്നായി ഒന്ന് കുഴച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള പരുവം ആയിട്ടില്ല. ഇനി ഒരു പഴം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പാളയംതൊടൻ പഴമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ മാവുമായിട്ട് യോജിപ്പിച്ച് നോക്കുക. ആവശ്യമെങ്കിൽ മാത്രമേ അടുത്തൊരു പഴം കൂടി ചേർക്കാവൂ. ഞാനതിൽ ഒരു പഴം കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി വീത്തി വീണ്ടും നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടയാക്കുന്നത് പോലെ ഉണ്ടയാവുന്നുണ്ടോ എന്ന് നോക്കണം. ഏകദേശം ആ പരുവമായിട്ടുണ്ട്. പരുവമായ ശേഷവും കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഓരോ ഉണ്ടകളാക്കി തയ്യാറാക്കി എടുക്കാം. ഉണ്ടകൾ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് മനുഷ്യൻ്റെ ഒരു മുഖത്തിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അതിനായിട്ട് 2 വശത്തായിട്ട് വിരൽ വെച്ച് കുഴിച്ചു കൊടുത്ത് കണ്ണുകളാക്കുക. അതിന് താഴെ ഒന്നുകൂടി പ്രസ് ചെയ്ത് ചുണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മൂക്ക് പോലെ തോന്നും. ഇങ്ങനെ എല്ലാം തയ്യാറാക്കാവുന്നതാണ്. മണ്ടപ്പുറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മുഖം വിചാരിച്ചിട്ടാണ് നമ്മൾ ആ മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്ന മണ്ടപ്പുറ്റ് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ ശേഷം നമ്മളത് വയ്ക്കുന്നു. നമ്മുടെ തലയിലുള്ള അസുഖങ്ങളും
മറ്റ് പ്രശ്നങ്ങളും മാറുന്നതിന് അത് സഹായിക്കുന്നു. കൂടുതലും തലവേദന ഉള്ളവരൊക്കെ മണ്ടപ്പുറ്റ് തയ്യാറാക്കി വയ്ക്കുന്നത് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണമാകുന്നു. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇതുപോലെ മുഖ ഷേപ്പ് ഉണ്ടാക്കി നമുക്ക് വയ്ക്കാവുന്നതാണ്. ബാക്കിയുള്ളവ ചെറിയ ഉരുളകൾ മാത്രമാക്കി ഉണ്ടാക്കിയാലും മതിയാവും. അതൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കണ്ടു. എന്ത് ഭംഗിയാ! അന്നദാനം കൊടുക്കുന്നതിന് സമീപത്തായിരുന്നു ഈ ഒരു കാഴ്ച. എന്ത് മനോഹരമായ കാഴ്ചയല്ലേ! അവിടെയും ധാരാളം പേർ പൊങ്കാല അടുപ്പുകൾ കൂട്ടി പൊങ്കാല ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ആറ്റുകാൽ ദേവിയുടെ വലിയൊരു ഫ്ലെക്സും മറ്റൊരുക്കങ്ങളും കാണാൻ സാധിച്ചു. ദേവിയുടെ ചിത്രത്തിന് മുന്നിലായിട്ട് പടുക്കയൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം കൊണ്ട് ചെല്ലാത്തവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. കുറച്ച് പേരെല്ലാം പാത്രമൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അവർക്കവിടെ പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ്. പൊങ്കാല ഇടുന്നതിൻ്റെ പരിസരത്ത് ഇലകളെല്ലാം പൊഴിയുന്നുണ്ടായിരുന്നു. കാപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം മണ്ടപ്പുറ്റ് കൂടി പാത്രത്തിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടി വലിയ മണ്ടപ്പുറ്റ് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. ചിലർ ഒരു വലിയ മണ്ടപ്പുറ്റായിട്ടാണ് തയ്യാറാക്കാറ്. തലയുടെ രൂപത്തിലുള്ള മണ്ടപ്പുറ്റുകൾ കുറച്ച് വലുതും അതിനുശേഷം തയ്യാറാക്കുന്നവർ അതിൽ ചെറുതുമാകുകയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് മിക്കയുള്ളവരും ചെയ്യുന്നത്. മണ്ടപ്പുറ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് ഇനിയും കുറേ സമയമുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ അതിനടുത്തുള്ള പടികളിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയായിരുന്നു. ഏകദേശം എല്ലാ ആളുകളും അടുപ്പുകളിലായിട്ട് പൊങ്കാലയ്ക്കുള്ള വെള്ളവും മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെ തയ്യാറാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലൂടെ കുറച്ച് കളിപ്പാട്ടങ്ങളുമായി കുറച്ച് പേർ വന്നിരുന്നു. എല്ലാവരും ഏകദേശ ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി ഇനി കാത്തിരിക്കുകയായിരുന്നു. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് തീ പകർന്നു വരുന്നതും കാത്ത് എല്ലാവരും ഇരിക്കുകയാണ്. തീ പകർന്ന് വാങ്ങാനായിട്ട് എല്ലാവരും ചൂട്ടുകളുമായി തയ്യാറായി ഇരിക്കുകയാണ്. ഒരു ഭാഗത്തു നിന്നും നമ്മുടെ അടുപ്പുകൾ പകരാനായിട്ടുള്ള തീയുമായിട്ട് ആൾ വരുന്നുണ്ട്. തീ പകർന്ന് വാങ്ങാനായിട്ട് കൊതുമ്പും ചൂട്ടുമൊക്കെ ആയിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഏകദേശം ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളും തീ പകർന്ന് വാങ്ങി അടുപ്പുകളെല്ലാം കത്തിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവരുടെയും പൊങ്കാലകളിൽ തീ പകർന്നു കഴിഞ്ഞു. എൻ്റെ 2 അടുപ്പുകളിലും തീ പകർന്ന് പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അടുപ്പുകളിലെല്ലാം തീ പകർന്ന ഉടനെ അന്തരീക്ഷമാകെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലായിടങ്ങളിലും പുക കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി അങ്ങനെ ആറ്റുകാൽ പൊങ്കാല എല്ലാ ഭക്തജനങ്ങളും അടുപ്പിൽ തീ പകർന്നുകൊണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനി പൊങ്കാല അടുപ്പുകളിൽ നന്നായി തീ പിടിപ്പിച്ച ശേഷം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും എല്ലാവരും അരി ഇടാനുള്ള ഒരുക്കങ്ങളിലേക്ക് ആയിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നും മറുവശത്തേക്കായിട്ട് മാറിയൊക്കെ നിന്ന് എല്ലാവരും പൊങ്കാല ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നവരെല്ലാം വീട്ടിനടുത്തുള്ളവരാണ് കേട്ടോ. ഓരോ ഭക്തജനങ്ങളും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പൊങ്കാല അരികൾ പൊങ്കാല അടുപ്പിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞു. ഇനി അരി ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് കാത്തിരിപ്പാണ്. കുറച്ച് പേരുടെ എല്ലാം പൊങ്കാലകൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാലകൾ തിളച്ച് തൂകുമ്പോൾ ഓരോ ഭക്തജനത്തിൻ്റെയും മനസ്സിൽ സന്തോഷവും അമ്മയോടുള്ള ഭക്തിയും നിറഞ്ഞു തൂകുന്നതാണ്. ഞാൻ മൺകലത്തിലായിരുന്നു പൊങ്കാലയ്ക്ക് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തിളച്ച് പൊങ്ങാൻ കുറച്ച് സമയമെടുത്തിരുന്നു. മൺകലമായതുകൊണ്ട് കലം നന്നായി ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും. കൂടെ വന്നവരുടെ ഏകദേശം പൊങ്കാലകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊങ്കാലയും തിളയ്ക്കാറായിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ തിളച്ച് വന്നു തുടങ്ങാറായി. പൊങ്കാല തിളച്ച് തൂകുമ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹം സാധിച്ചു തരുമെന്ന പ്രതീക്ഷയും ദേവിയോടുള്ള ഭക്തിയും എല്ലാം മനസ്സിൽ നിറഞ്ഞു തൂക്കുന്നതാണ്. പൊങ്കാല നിറഞ്ഞു തൂകുമ്പോൾ ദേവി നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിച്ചതായിട്ടാണ് കണക്കാക്കാറ്. പൊങ്കാല നിറഞ്ഞു തൂകുമ്പോൾ ഓരോ ഭക്തജനങ്ങളും കൈകൂപ്പി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുകയായിരിക്കും. ആ ഒരു നിമിഷം ഒരു പ്രത്യേകതരം അനുഭവവും മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു സമയവുമാണ്.
ആറ്റുകാലമ്മയ്ക്ക് നേർച്ചയായിട്ട് പല കലങ്ങളിലായിട്ട് പൊങ്കാലയിടുന്ന പലരും ഇവിടെയുണ്ട്. 101 കലത്തിലിടുന്നവരും 51 കലത്തിലിടുന്നവരും നിരനിരയായി നിന്ന് പൊങ്കാലകൾ ഇടുന്നുണ്ട്. കുഞ്ഞ് മൺപാത്രങ്ങളിലാണ് ഇങ്ങനെ നേർച്ചക്കാർ പൊങ്കാല ഇടുന്നത്. 10ഓ 15ഓ അടുപ്പുകൾ കൂട്ടി അതിൽ കുഞ്ഞൻ കലങ്ങളിൽ പൊങ്കാലയിട്ട് ഇറക്കിയ ശേഷം ബാക്കിയുള്ള കലങ്ങൾ വെച്ച് വീണ്ടും പൊങ്കാലയിട്ട് ഇറക്കി ഒരു സ്ഥലത്തായി ഒതുക്കി വയ്ക്കുന്നു. അങ്ങനെ 101 പൊങ്കാലകൾ വരെ ഇടുന്നവരുണ്ട് ഇവിടെ. അതുമാത്രമല്ല, പല സിനിമാ നടികളും സീരിയൽ നടിമാരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാറുണ്ട്. വീട്ടിൽ നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ പകുതി സമയം മാത്രമേ ഇങ്ങനെ പൊങ്കാലയ അടുപ്പുകളിൽ വേവിക്കുമ്പോൾ ആകാറുള്ളൂ. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ചോറ് വാങ്ങാനുള്ള ക്യൂവിലേക്കായി യാത്ര. കുറച്ച് പേരെല്ലാം പൊങ്കാലകൾ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നേരത്തെ തന്നെ നേദിക്കുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ചോറൊക്കെ വിതരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പൊങ്കാലകൾ ഇട്ട് കഴിയുന്നവർ ചോറ് വാങ്ങാനായിട്ട് പോകുന്നത്. എൻ്റെ പൊങ്കാലയും തയ്യാറായി കഴിഞ്ഞിരുന്നു. മണ്ടപ്പുറ്റും തിരളിയും എല്ലാം വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ടായിരുന്നു. തീയൊക്കെ മാറ്റിയിട്ട ശേഷം ഞങ്ങളും ചോറ് വാങ്ങാനായിട്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ കുറേ പേരൊക്കെ പൊങ്കാലയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് ചോറുകൾ വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞു. കുറച്ച് പേരെല്ലാം പൊങ്കാല അടുപ്പിനടുത്ത് തന്നെ ഉണ്ട്. അവരുടെ പൊങ്കാലകൾ തയ്യാറാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ബലൂണുകളും കളിപ്പാട്ടങ്ങളുമായിട്ടുള്ളവരും ഈ പൊങ്കാല വീഥികളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ആനക്കുട്ടികളുടെ ബലൂണായിരുന്നു. പൊങ്കാലകൾ തയ്യാറാക്കിയവരെല്ലാം ചോറ് വാങ്ങാനായിട്ട് വരിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഏകദേശം വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളും ആ വരിയിൽ ചേർന്നു ചോറ് വാങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്നും മറ്റ് പൊങ്കാലക്കാരെയും എല്ലാവരുടെയും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. എല്ലാവരും ചോറ് വാങ്ങാനായിട്ട് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ചോറ് വാങ്ങുന്നുണ്ടായിരുന്നു. ചോറിന് കറികളായിട്ട് സാമ്പാർ, അവിയൽ, തോരൻ, കിച്ചടി, മാങ്ങാച്ചാർ എന്നിവയുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തായിട്ട് കുടിക്കാനുള്ള വെള്ളവും ഉണ്ടായിരുന്നു. പൊങ്കാല ഇടുന്ന ഓരോ ഭക്തജനത്തിനും കഴിക്കാനുള്ള ചോറും കറികളും അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 2 ഭാഗത്തായിട്ടായിരുന്നു ചോറ് വിതരണം ഉണ്ടായിരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലായിരുന്നു അന്നദാനവും എല്ലാം നടന്നിരുന്നത്. ചോറ് വാങ്ങി തിരിച്ചെത്തി ഒരിടത്തിരുന്ന് ഞങ്ങളും കഴിച്ചു. ചോറും കറികളൊക്കെ വളരെ നന്നായിരുന്നു. എൻ്റെ ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്നു നോക്കി കാണിച്ചു തരാം. മണ്ടപ്പുറ്റ് ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. അതിനടിയിലെ തട്ടിലായിട്ട് തിരളിയപ്പവും തയ്യാറായി കഴിഞ്ഞു. പായസ പൊങ്കാലയും തയ്യാറായി കഴിഞ്ഞു. നല്ല കറുത്ത ശർക്കര കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല കളറുണ്ടായിരുന്നു പായസത്തിന്. ഇനി മണ്ടപ്പുറ്റും തിരളിയപ്പമൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും അതിൽ തന്നെ എല്ലാം തിരിച്ച് പറക്കി വെച്ച് നേദിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഇനി നേദിക്കുന്നതിനായിട്ട് ധാരാളം സമയമുണ്ട്. അപ്പോഴേക്കും അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു. നല്ല കാറ്റുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. വാട്ടർ അതോറിറ്റിയുടെ കെട്ടിടത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമായിരുന്നു. ചിലർ ഇലയപ്പ പ്രസാദങ്ങളും തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഇവിടത്തുനിന്ന് പോയി നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് എല്ലാവരും പൊങ്കാല ഇടാനായിട്ട് ഇരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ കാണാനായിട്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ പോയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കെട്ടിടങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് മുൻകൂർ ആളുകൾ അടുപ്പുകൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്കായിട്ടാണ് പൊങ്കാലകൾ ഇടാനായിട്ട് ഇരുന്നത്. എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാനുള്ള സൗകര്യം ലഭിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നവരുടെ കുറച്ച് പേരുടെ പൊങ്കാലയൊക്കെ നേദിച്ച് കഴിഞ്ഞിരുന്നു. നമ്മുടെ ഭാഗത്ത് നേദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊങ്കാല നേദിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നേദിച്ചവർ പൊങ്കാലകളുമായിട്ട് അവരവരുടെ വാഹനങ്ങളിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ പൊങ്കാലകളും നേദിച്ച് കഴിഞ്ഞിരുന്നു. ഇനി ഞങ്ങൾ മടങ്ങി പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇതിലാണ് ഞങ്ങൾ വന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ച് പേരെല്ലാം
വണ്ടിയിൽ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി ഒരു വർഷം കാത്തിരിക്കണം ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട്. വരുന്ന വഴികളിൽ ആറ്റുകാൽ ദേവിയുടെ ചിത്രങ്ങളും ഒരുക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല വളരെ മനോഹരമായി പങ്കെടുത്ത് അമ്മയ്ക്ക് നേദിച്ച പ്രസാദങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ച് യാത്രയാവുകയാണ്. ഇനി വീട്ടിലെത്തി പൊങ്കാല ഇടാത്തവർക്കും വീടിനടുത്തുള്ളവർക്കുമായിട്ട് പൊങ്കാലയിൽ നിന്നുള്ള പ്രസാദങ്ങൾ കുറേശ്ശെയായി നൽകണം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കണമെന്ന് താല്പര്യത്തോടെയും വിശ്വാസത്തോടെയും ഇരുന്നിട്ട് ചിലർക്കെങ്കിലും പൊങ്കാലയ്ക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്. അടുത്ത വർഷവും ഇതുപോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ഭക്തരും തിരിച്ചു മടങ്ങുന്നത്. എന്നാൽ കഴിയുന്ന വിധം ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ കഴിയാത്തവർ എന്തായാലും അടുത്ത വർഷത്തിലെങ്കിലും അവർക്ക് പോകാനുള്ള അവസരം കിട്ടട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ തിരക്കുകയും എന്നാൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കുമായിട്ടുള്ളവർക്ക് ഈ ഒരു എൻ്റെ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അടുത്ത വർഷം അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ.